ഇപ്പോൾ ടൈഗർ പാർക്കിൽ അകത്തേക്ക് കയറിയേക്കുക. നമ്മൾ നല്ല ഒരു എമൗണ്ട് ഉണ്ട് ഇതിന് പേ ചെയ്യാൻ. അപ്പോൾ സൈസ് അനുസരിച്ചാണ്. ചെറിയ ടൈഗർ ആണെങ്കിൽ ചെറിയ റേറ്റ്, മീഡിയം ടൈഗർ ആണെങ്കിൽ മീഡിയം റേറ്റ്, വലിയ ടൈഗർ ആണെങ്കിൽ വലിയ റേറ്റ്, അങ്ങനെ പല പല ഇതാണ്. അപ്പം ഞാൻ ഓപ്റ്റ് ചെയ്തേക്കുന്ന ഒരു മീഡിയം സൈസ് സാധനമാണ്. നമുക്കിവിടെ ടൂർ കറങ്ങി കാണാം ടൈഗറിനെ. നമുക്ക് ഫ്രീ ആയിട്ട് ജസ്റ്റ് ഇതിന്റെ ഫ്രണ്ടിൽ വരെ വന്നിട്ട് ജസ്റ്റ് കൂട്ടിക്കിടക്കുന്ന ടൈഗറിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് അതിനെ തൊടണം കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല പേയ്മെന്റ് നടത്തണം. അപ്പം ഇപ്പം ഞാനൊരു പേയ്മെന്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ടൈഗർ എന്ന്. ഇവിടെയൊക്കെ ഫുള്ള് ടൈഗർ ഉണ്ട്, കാണാം. മീഡിയം സൈസ് ആണ് ടൈഗർ. ഇതുണ്ടോ? നമ്മളിപ്പോൾ ടൈഗർ ടോപ്പിൽ ടൈഗറിന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. കാണിച്ചു തരാം. ടൈഗറിന്റെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇത് കണ്ടോണ്ടോ ടൈഗറിനെ? ഇത്രയും തൊട്ടടുത്ത് നിങ്ങൾ ആരെങ്കിലും ടൈഗറിനെ കണ്ടുണ്ടോ? അടിപൊളിയാണ് കേട്ടോ. ഒരു ഫോട്ടോ എടുക്കും. യെസ്, ടൈഗറിനെ ടച്ച് ചെയ്തു പോവാണ്. അപ്പോൾ ടൈഗറിനെ നമ്മൾ ടച്ച് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇടണം. വീഡിയോ എടുത്തിട്ടുണ്ട് ടൈഗറിനെ ടച്ച് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ജസ്റ്റ് നമ്മളിവിടെ നടന്ന് കാണുകയൊക്കെ ചെയ്യാം. സാനിറ്റൈസറൊക്കെ ഉണ്ട്. ടൈഗറിനെ തൊട്ടതല്ലേ നമ്മുടെ ടേക്ക്. ഒരു ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത്രയും വലിയൊരു ടൈഗറിനെ ആദ്യമായിട്ടാണ് ഞാൻ അടുത്തുനിന്ന് തൊടുന്നത്. കണ്ടിട്ടുണ്ട് സൂവിലൊക്കെ കിടക്കുന്ന, അല്ലാതെ ഒരു അടിപൊളി ഫീലിംഗ് ആട്ടോ. രക്ഷയില്ല. കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ, ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ. നമ്മളങ്ങനെ ടൈഗറിനെയൊക്കെ കണ്ടു. ഇപ്പോൾ തിരിച്ചിറങ്ങുവാണ് ഇനി നമ്മളൊരു ബുദ്ധ ടെമ്പിളിലേക്കാണ് പോകുന്നത്. അറിയില്ല അവനവിടെ ക്ലോസ്ഡ് ആണോ അറിയില്ല. പോയാലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പോൾ വണ്ടിയിലോട്ട് കയറാൻ പോവാ തിരിച്ച്. ഇവിടുത്തെ ടൈഗർ പാർക്കിൽ ഏകദേശം കഴിഞ്ഞു. ടൈഗറിനെയൊക്കെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടുന്ന് ഇറങ്ങാൻ പോവാം. ഓക്കെ. ഇവിടെ ഞാൻ ആക്ച്വലി ആ ടൈഗറിനെ തൊട്ടോണ്ടിരുന്നപ്പോൾ ഇവരുടെ ഒരു ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോ എടുത്തു. ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് അത് ഞാൻ ഇവിടെ എക്സിറ്റിന്റെ അവിടെ എത്തുന്നതിന് മുന്നേ അത് പ്രിന്റ് എടുത്ത് വലുതായിട്ട് ഫ്രെയിം ചെയ്ത് വലിയൊരു ഫോട്ടോ അത് പ്രിന്റ് എടുത്ത് ഫ്രെയിം ചെയ്ത് എന്നെ കൊണ്ടൊന്ന് കാണിച്ചുകൊണ്ട് 200 തായ്ബാത്ത് 200 തായ്ബാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോയും ഫ്രെയിമും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷെ എന്നാലും അത് അടിപൊളിയായിരുന്നു. ഇപ്പം എനിക്ക് അത്രയും ഓൾറെഡി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത്. ഇനിയും 200 തായ്ബാത്ത് കൂടെ കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാനത് മേടിച്ചില്ല. അത് വീഡിയോ എടുക്കാനും അവർ സമ്മതിച്ചില്ല. പക്ഷെ അടിപൊളിയായിരുന്നു സാധനം. ഒരു നല്ല ടെക്നിക്കാണ്. ഞാനവിടെ ജസ്റ്റ് കണ്ടു. അവിടുന്ന് ഇറങ്ങി എക്സിറ്റിന്റെ അവിടെ എത്തിയപ്പോൾ തന്നെ അവർ പ്രിന്റ് എടുത്ത് സാധനം റെഡിയാക്കി വെച്ചേക്കുക. 200 തായ്ബാത്ത് എന്നും പറഞ്ഞുകൊണ്ട്. അടിപൊളി, നല്ലൊരു ഇതായിരുന്നു. ഫോട്ടോയും അടിപൊളിയായിരുന്നു. നന്നായിട്ട് അവർ DSLR നല്ലൊരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുക. മേടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അത്രയും ക്യാഷ് പിന്നെയും കൊടുക്കാനായിട്ട് മനസ്സ് അനുവദിക്കുന്നില്ല. നമ്മളിപ്പോൾ തായ്ലൻഡിലെ ബിഗ് ബുദ്ധയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ കുറേ ആളുകൾ ഇങ്ങനെ ക്യാഷ് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, നോ ഐഡിയ. ഇങ്ങനെ ക്യാഷ് ഒരു അമ്പിൽ ഇങ്ങനെ കുത്തി നിർത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വഴിപാടാന്ന് തോന്നുന്നു. ഇതാണ് ബിഗ് ബുദ്ധ. ഈ കാണുന്നതാണ് ബിഗ് ബുദ്ധ. എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇതിന്. എന്തോ ക്ലീനസ്റ്റ് ബുദ്ധ സ്റ്റാച്ചു, ടോസ്റ്റ് ബുദ്ധ സ്റ്റാച്ചു, അങ്ങനെ എന്തോ പറയുന്നത്. കൃത്യമായിട്ട് എനിക്കറിയില്ല. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ഇത് താഴെ കൊടുത്തേക്കാം. ഇവിടെ ഇങ്ങനെ
കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഇങ്ങനത്തെ കംപ്ലീറ്റ് ബുദ്ധന്മാരാണ്. ഇവിടുത്തെ ഒരു മണി കണ്ടോ, ഈ മണി അടിക്കുമായിരിക്കും ഇവര്. നല്ല മാസീവായിട്ടുള്ളൊരു സ്റ്റാച്ചു ആണ്. നമ്മളിപ്പോ കോറൽ ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. ഞാൻ ആക്ച്വലി 1 മണിക്കൂർ ഇറങ്ങിയിട്ടുള്ളൂ രാത്രി. അപ്പോ ഇപ്പൊ നമ്മള് കോറൽ ഐലൻഡിലേക്ക് പോകുമ്പോഴാണ്. ബസ്സിൽ വന്നു. ബസ്സിൽ വന്നിട്ട് ഇത് കഴിഞ്ഞ് നമ്മള് ബോട്ട് എടുത്ത് വേണം പോവാൻ. അപ്പോ ഒരു പണി കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റൂമിൽ നിന്ന് ഷൂസ് ഇട്ടുകൊണ്ട് ഇറങ്ങിയ. അപ്പോൾ നമുക്കിവിടെ ഷൂസിൽ പോകാൻ പറ്റില്ല, ചെരുപ്പ് തന്നെ വേണം. അപ്പോൾ ഞാൻ ചെരുപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് ചെരുപ്പ് മേടിക്കേണ്ടി വന്നു. അപ്പോൾ കയ്യിലാണെങ്കിൽ ഷൂസും ഇങ്ങനെ വെച്ചേക്കുക. ഇതാണ് ചെരുപ്പ്. ഇവിടെ നമുക്ക് കുറേ വാട്ടർ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കാണണം. പിന്നെ ഒരു ബോട്ട് യാത്ര, അതും ട്രൈ ചെയ്യണം. പെട്ടെന്ന് കുളിച്ച് റെഡിയായി പോയതാ. 1 മണിക്കൂർ ഇറങ്ങിയിട്ടുള്ളൂ. ജസ്റ്റ് രാവിലെ 7 മണിക്ക് കിടന്നു. രാത്രി കറക്കമെല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നേരെ 9 മണിക്ക് എണീക്കുകയും ചെയ്തു. നല്ല ക്ഷീണമുണ്ട്. അതിന് മുന്നത്തെ ദിവസം 1 മണിക്കൂർ ഇറങ്ങിയിട്ടുള്ളൂ. ഉറക്കം ശരിയായിട്ടില്ല ഇവിടെ വന്നിട്ട്. എന്നാലും കൊള്ളാം. നമ്മൾ മാക്സിമം ടൈം നടന്ന് കാണുവാണല്ലോ വേണ്ടത്, ഉറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. Dạ mớiกี่วันเองนะที่ร้อนขนาดนี้13มาค่ะพี่ยุ้ย13ครบแล้วค่ะไลท์เซ็ตsit down please นะ please sit down ตัวใหญ่เองനമ്മൾ കയറി ബോട്ടിലേക്ക് കയറി ഗൈസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തോ വാട്ടർ ആക്ടിവിറ്റി ഞാൻ മേക്കിംഗ് ഓഫ് വ്ലോഗ് കോറൽ ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ബോട്ട് എടുത്താൽ ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ പോകുന്നത്. അപ്പോൾ ഇതാണ് ബോട്ട്. ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കുകയാണ്. റിസ്കിയാണ് ഇവിടെ ഇരിക്കുന്നത്, വെള്ളം തെറിക്കും. അത് കണ്ടിട്ട് തന്നെ ഇരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൽ. നോക്കാം എങ്ങനെയാണെന്ന്.
ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാരാസൈലിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. അറിയില്ല എങ്ങനെയായിരുന്നു കാര്യങ്ങളൊന്നും. ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടേ ഇല്ല. ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കോറൽ ഐലൻഡിൽ വന്നിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോണേ. നോക്കാം എങ്ങനെയാണെന്ന്. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, അവരെടുക്കുന്ന പറഞ്ഞു. നമുക്ക് നോക്കാം കേട്ടോ. പാരാസൈലിങ്ങിനുള്ള ലൈഫ് ജാക്കറ്റ് നനഞ്ഞ് ഗൈസ്, മൊത്തം നനഞ്ഞു. ചെരുപ്പ് മേടിച്ച എന്തായാലും നന്നായി. ചെരുപ്പ് മേടിച്ചില്ലായിരുന്നെങ്കിൽ പെട്ടുപോയനെ. ഇങ്ങനെ നമ്മൾ കോറൽ ഐലൻഡ്സിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ പാരാസൈലിംഗ് ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ബോട്ടില്. അപ്പോൾ ഷൂ മാറ്റി എന്തായാലും നന്നായി കേട്ടോ. കാരണം ഇവിടെ ഒന്ന് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി. ബോട്ട് ഫുള്ളായിട്ട് വരില്ലല്ലോ ബോട്ട്. അപ്പോൾ ഈ ഐലൻഡൊക്കെ ഇനി ഒന്ന് കാണണം. നേരത്തെ വീഡിയോസിലും യൂട്യൂബിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ കോറൽ ഐലൻഡ്സ്. ഫസ്റ്റ് ടൈം നേരിട്ട് കാണാൻ പോവുകയാണ്. മോളിലും ആൾക്കാർ പാരാസൈലിംഗ് ചെയ്യുന്നുണ്ട്. കുറെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ട്രീറ്റും ഫുഡും കാര്യങ്ങളൊക്കെ മൊത്തം. ഹോട്ടലൊക്കെയാണ്. നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യാൻ പറ്റിക്കാൻ അടിപൊളിയായിരിക്കും. കോഴിയുടെ കാലുണ്ട്. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഒക്ടോപ്പസോ അല്ലെങ്കിൽ വല്ല ക്രൊക്കോഡൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അടിപൊളിയായിരിക്കും. ജെറ്റ് സ്കീ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അവര് ലൈഫ് ജാക്കറ്റ് ഇട്ടു, പക്ഷെ ഇത് മൊത്തം നനഞ്ഞിരിക്കുക. ജെറ്റ് സ്കീയിൽ പോകുമ്പോഴത്തേനും വെള്ളം അടിക്കുമല്ലോ ഒരുപാട്. അപ്പോൾ അങ്ങനെ മൊത്തം നനഞ്ഞിരിക്കുക. ഡ്രസ്സ് മൊത്തം നനയും. ഞാനാണെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നേക്കുമായിരുന്നു, വെള്ളമൊക്കെ ഇട്ടിട്ട്. ഇവിടുന്ന് പോകുമ്പോഴത്തേനും ഒരു പരുവാകും. ഇത് കഴിഞ്ഞ് സിറ്റിയിൽ ചെറിയൊരു കറക്കം കൂടിയുണ്ട്. അപ്പോൾ നോക്കാം. എന്നാലും പാരാസൈലിംഗ് അടിപൊളിയായിരുന്നു കേട്ടോ. അതിന്റെ എക്സ്പീരിയൻസ് പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളി എക്സ്പീരിയൻസ്. ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു സാധനത്തിലൊക്കെ ആയിരുന്നു. ബഞ്ചി ജമ്പിങ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മളിത് അടുത്ത ജെറ്റ് സ്കീയിലേക്ക് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഫുള്ള് ഷോപ്പും കാര്യങ്ങളും ഒക്കെയാണ്. ബീച്ച്, പിന്നെ വാട്ടർ ആക്ടിവിറ്റീസ്, ബനാന ബോട്ട്, അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. That's it. Yeah. Come. Go back, hey, come. Picture right பண்ணியா? ഫോൺ നനയാണ്ടിരുന്നാ മതിയായിരുന്നു. ബനാന ബോട്ട് ഉണ്ട്, നമുക്ക് ജെറ്റ്സി ഉണ്ട്. ഏത് വേണേലും ചെയ്യാം. നല്ല പേയ്മെന്റും ഉണ്ട് എല്ലാത്തിനും.
ഈ 3 ഇതും കൂടെ, അതായത് ബനാന ബോട്ട്, 3 ആക്ടിവിറ്റിയാണ്. ബനാന ബോട്ട്, പിന്നെ നമ്മുടെ ജെറ്റ് സ്കീ, പാരാസെയിലിംഗ്, ഇത്ര എണ്ണത്തിനും കൂടെ 2000 തായ് ബാത്താണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ അണ്ടർ സീ വാക്കിങ്ങും ഉണ്ട്. നമുക്കിങ്ങനെ മറ്റേ ഓക്സിജൻ മാസ്ക് ഒക്കെ ഇട്ട് നമുക്ക് വെള്ളത്തിനടിയിൽ കൂടെ നടക്കാൻ പറ്റുന്ന പരിപാടി. അത് ഞാൻ ചിലപ്പോഴേ ചെയ്യുള്ളൂ, കാരണം ഫുള്ള് നനയും. എനിക്കിതിന് സിറ്റിയിൽ പോകാൻ പറ്റില്ല, ഡ്രസ് ഫുള്ള് നനഞ്ഞ പണിയാണ്. അതുകൊണ്ട് ഞാൻ നോക്കട്ടെ എങ്ങനെയാണെന്ന്. എന്തായാലും ഇപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ വണ്ടി ഇപ്പോൾ വരും, അപ്പോൾ നമ്മളതിൽ കയറി ഒരു റൗണ്ട് അടിക്കും. അവിടെ ബനാന ബോട്ട് മറിഞ്ഞു പോയി. അങ്ങനെ നമ്മുടെ ബോട്ട് വരാറായി. ബോട്ടല്ല, ആക്ച്വലി ബൈക്കാണ്, ജെറ്റ് സ്കീ എന്ന് പറയും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇതിന്റെ മുകളിലോട്ടൊക്കെ കുറച്ച് വണ്ടികളിൽ പോകാൻ പറ്റും. മുകളിൽ പോയിട്ട് അതിന്റെ വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. അതിന് സെപ്പറേറ്റ് വണ്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ അങ്ങനെയും പോവാം. അപ്പം നമ്മൾ മുകളിലോട്ട് പോകുന്നില്ല, കാരണം നമുക്ക് ഇത് കഴിഞ്ഞും വേറെ പരിപാടി ഉണ്ട് സിറ്റിയിൽ. സോ ഇവിടെ നമ്മൾ അധികം ടൈം സ്പെൻഡ് ചെയ്യണില്ല. പിന്നെ അത്ര അധികം സ്പെൻഡ് ചെയ്യാനൊന്നുമില്ല, കാരണം നമ്മൾ വാട്ടർ അഡ്വഞ്ചേഴ്സ് ഒക്കെ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു നേരത്തെ. പട്ടായ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന ആ ലോഗോ വരുന്ന ഭാഗം ഫുള്ള് കോട്ടയം. നമ്മൾ ബാക്ക് ടു സിറ്റി എത്തിയിട്ടുണ്ട്. കോറ ഐലൻഡ് ടൂർ കഴിഞ്ഞിട്ട് ബാക്ക് ടു സിറ്റി. ഇവിടുന്ന് നമ്മൾ ഇനി ലഞ്ച് കഴിക്കാൻ പോവാം. ലഞ്ച് കഴിച്ചിട്ട് പിന്നെ കുറച്ച് സിറ്റിയിൽ കുറച്ച് ചെറിയ കറക്കങ്ങളും കൂടെ ഉണ്ട്. നല്ല വെയിലിട്ടോ. ഇവിടെ വന്നപ്പോൾ ഭയങ്കര വെയിലാണ്. സൺസ്ക്രീം അങ്ങനെ ഒന്നും എടുത്തിട്ടും ഇതിനൊന്ന് ഹോട്ടലിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത്, ഷർട്ട് ചേഞ്ച് ചെയ്യണ്ട, പക്ഷേ നിക്കറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് സെറ്റാക്കിയൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഫുള്ള് നനഞ്ഞ് വല്ലാണ്ടായിരിക്കും. സൂക്ഷിച്ചൊക്കെ കയറണം, നിലത്ത് വെള്ളത്തിൽ. So after 6 days we are going back to India. നമ്മളിപ്പോൾ 6 ദിവസം ആയി തായ്ലൻഡിൽ. അപ്പോൾ ആക്ച്വലി എൻ്റെ തൊണ്ട പോയി, തണുപ്പടിച്ചിട്ട് സൗണ്ട് പോയി. അതാണ് ഇന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. രാവിലെ തൊട്ട് നമ്മൾ കുറേ മാർക്കറ്റിലൊക്കെ കറങ്ങി കുറേ പർച്ചേസൊക്കെ ചെയ്തു. ഇന്ന് സിറ്റിയിൽ തന്നെ ആയിരുന്നു ഫുൾ ഷോപ്പിംഗ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ബാക്ക് ടു എയർപോർട്ട് എത്തി. ഇനി ഇവിടുന്ന് കയറി പോവുക. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് എയർ ഇന്ത്യയാണ്. എയർ ഇന്ത്യയിൽ നിന്ന് ഞാൻ ഇവിടുന്ന് നേരെ ഡൽഹിക്ക് പോവും. ഡൽഹിയിൽ നിന്ന് നേരെ കൊച്ചി. ഡൽഹിയിൽ നമുക്കൊരു 5 മണിക്കൂർ എന്തോ ലേ ഓവർ ഉണ്ട്. ഇവിടുന്ന് ഒരു 4.5 മണിക്കൂർ എടുക്കും. 4 മണിക്കൂർ 50 മിനിറ്റ് എടുക്കും നമുക്ക് ഡൽഹി എത്താനായിട്ട്. ഏകദേശം മൊത്തത്തിലൊരു 10, 11, 12 മണിക്കൂർ എടുക്കും നമ്മൾ വീട്ടിലല്ല, കൊച്ചിയിൽ ചെല്ലാം. അത് എൻട്രൻസിലോട്ട്
പോയിക്കൊണ്ടിരിക്കുക. ഇനി ഇവിടെ പോയി ചെക്ക് ഇൻ ചെയ്യണം. ഇത് നല്ല കിടിലൻ എയർപോർട്ടാണ് കേട്ടോ. BKK, അതായത് സുവർണഭൂമി എയർപോർട്ട് എന്നാണ് ഇതിന്റെ പേര്, തായ്ലാൻഡിൽ. ഞാൻ എന്തായാലും ചെക്ക് ഇൻ ചെയ്യട്ടെ. ഇവിടെ ഡ്യൂട്ടി ഫ്രീയിൽ വന്നേക്കുക. കുറെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. നല്ല റേറ്റും ഉണ്ട്. പുറത്തിതിന്റെ കാൽഭാഗം വിലയുള്ളൂ. തായ് ടിപ്പ് എന്താണ്, 325 ബാത്ത്. നല്ല വിലയുണ്ട്. ഇതിന് വില ഉണ്ടോ? 6750 ബാത്ത്. ഇതെന്ത് സാധനം ഇത്? ചെമ്മീൻ 100 ബാത്ത്. കുറെ ബാമുകളുണ്ട്. ഇവിടെയും കുറെ ഐറ്റംസ് ഉണ്ട്. നമുക്ക് പോകേണ്ട ഗേറ്റ് അങ്ങോട്ടാണ്. ഈ 10 നമ്മുടെ ഗേറ്റ്. നമുക്ക് കുറേ നടക്കാനുണ്ട്. അപ് ടു 10 മിനിറ്റ്സ് ഇവിടുന്ന് നടക്കാനുണ്ട് നമുക്ക്. ഇപ്പൊ എന്ത് വലിയ എയർപോർട്ടല്ലേ. അങ്ങോട്ടാണ് കണ്ടോ, ഈ 10 എഴുതിയേക്കുന്നുണ്ടോ, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ജെഡിക്ക് 1150 ബാത്ത്. റമി മാർട്ടിന് 7490 ബാത്ത്. ബോംബെ സാഫയർ. ശിവാശ്രീകൾ 940 ബാത്ത്. ചെറിയ കുപ്പി. ഗോൾഡ് ലേബിൾ എത്രയാണ്? 590 ബാത്ത്. മങ്കി ഷോൾഡർ 490 ബാത്ത്. ശിവാശ്രീകൾ 1300 ബാത്ത് കേട്ടോ, ഫുള്ള്. അതായത് ഏകദേശം 2600, 3200 സംതിങ് വരും. അത്രേ ഉള്ളൂ. ഇവിടെ എല്ലായിടത്തും ബാമുണ്ട്.
ഇനി അങ്ങോട്ട് സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. ഒരു സൈഡിൽ ലിക്കർ, ഒരു സൈഡിൽ ബാക്കി സ്നാക്സ് ഐറ്റംസ് ഒക്കെ.